ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ശരിയായ രീതിയിൽ കൃത്യമായി ഒരു SIP മാനേജ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് കരുതി. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ആദ്യം നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് നോക്കാം. പിന്നെ ഈക്വൽ വെയിറ്റേജ് കൺസെപ്റ്റ്, ട്രാക്കിംഗ് ടൂൾ, ഗോൾഡൻ റൂൾസ്, റിസ്ക് മാനേജ്മെന്റ്, ഒടുവിൽ ഇതൊക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നതിൻ്റെ ഒരു സമ്മറിയും. ശരി, ആദ്യമായി ദി കോർ പ്രോബ്ലം അഥവാ പ്രായോഗികമായി നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 സ്റ്റോക്കുകളിൽ തുല്യമായ തുക, അതായത് ഈക്വൽ എമൗണ്ട്, എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ രീതിയെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും എല്ലാ മാസവും ഈ 10 സ്റ്റോക്കുകളിലും ഒരേപോലെ പണം നിക്ഷേപിക്കുക എന്നത് പ്രായോഗികമായി നടക്കുന്ന കാര്യമാണോ? ഭൂരിഭാഗം പേർക്കും ഇത് സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ആശയം വരുന്നത്, ഈക്വൽ വെയിറ്റേജ് കൺസെപ്റ്റ്. ഇത് വലിയ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ അഥവാ PMS ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് എല്ലാ മാസവും എല്ലാത്തിലും ഒരേ പണം നിക്ഷേപിക്കുന്നതിനു പകരം ഓരോ സ്റ്റോക്കിനും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ തുല്യമായ ശതമാനം അഥവാ ഈക്വൽ പെർസെന്റേജ് ഉറപ്പാക്കുക എന്നതാണ് ഈ രീതി. ഇത് എങ്ങനെ തുടങ്ങാമെന്നല്ലേ? വളരെ സിമ്പിളാണ്. ആദ്യം എല്ലാ സ്റ്റോക്കുകളിലും ഓരോ എൻട്രി വീതം എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ആദ്യത്തെ മാസം തന്നെ ഫണ്ടിന്റെ കുറവുണ്ടെങ്കിൽ എല്ലാത്തിലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. സാധിക്കുന്നവയിൽ ആദ്യം എടുക്കുകയും ബാക്കിയുള്ളവ അടുത്ത മാസങ്ങളിൽ പൂർത്തിയാക്കുകയും ചെയ്യാം. പരമാവധി തുല്യമായ തുകയിൽ തന്നെ തുടക്കത്തിലുള്ള എൻട്രികൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം, ഈ സ്ട്രാറ്റജി കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു സിമ്പിളായ ഹീറോ ടൂൾ ആവശ്യമാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യാൻ ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിലൂടെ ഓരോ സ്റ്റോക്കിനും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിലവിൽ എത്ര ശതമാനം വെയിറ്റേജ് ഉണ്ടെന്ന് ഒരു 15-20 മിനിറ്റ് ഡിലേയിൽ നിങ്ങൾക്ക് ലൈവായി അറിയാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് നോക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നല്ല നോക്കേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ടോട്ടൽ അലോക്കേഷൻ പെർസെന്റേജ് എത്രയാണ് എന്ന് മാത്രം ട്രാക്ക് ചെയ്യുക എന്നതാണ് ഈ സ്ട്രാറ്റജിയുടെ വിജയം. ഇനി നമ്മളിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് കടക്കുകയാണ്, ദി ഗോൾഡൻ റൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 സ്റ്റോക്കുകളുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഓരോ സ്റ്റോക്കിനും ഐഡിയലായിട്ട് വേണ്ടത് കൃത്യം 10% അലോക്കേഷനാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ മാർക്കറ്റ് മാറുമ്പോൾ എല്ലാ ദിവസവും ഇത് 10% തന്നെ നിൽക്കില്ലല്ലോ. അപ്പോഴാണ് ഈ സേഫ് സോൺ റൂള് വരുന്നത്. ഈ അലോക്കേഷൻ എപ്പോഴും 8%-നും 12%-നും ഇടയിൽ നിലനിർത്താൻ ശ്രമിക്കുക. അതാണ് ഗോൾഡൻ റൂൾ. ഇനി കുറച്ചുകൂടി കൃത്യത വേണമെന്നുള്ളവർക്ക് ഇത് 9% മുതൽ 11% വരെയും ആക്കാം. അടുത്തതായി ഈ റൂൾ വെച്ച് നമ്മൾ എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു സ്റ്റോക്ക് പെട്ടെന്ന് കുതിച്ചുയർന്ന് 12%-ന് മുകളിൽ പോയാലോ അല്ലെങ്കിൽ വല്ലാതെ ഇടിഞ്ഞ് 8%-ന് താഴെ പോയാലോ നമ്മൾ എന്തു ചെയ്യണം? ഇതാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ട 2 പ്രധാന സാഹചര്യങ്ങൾ. ഇതിനുള്ള ആക്ഷൻ പ്ലാൻ ഇതാണ്. ഏതെങ്കിലും സ്റ്റോക്കിന്റെ വെയിറ്റേജ് 8%-നും 12%-നും ഇടയിലാണെങ്കിൽ അതിൽ പണം നിക്ഷേപിച്ച് അത് 10%-ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഒരു സ്റ്റോക്ക് 12%-ന് മുകളിൽ പോയാലോ അതിൽ തൽക്കാലം നിക്ഷേപം നിർത്തണം. ആ സ്റ്റോക്ക് വിൽക്കേണ്ട ആവശ്യമില്ല. മറ്റു സ്റ്റോക്കുകളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഇതിന്റെ വെയിറ്റേജ് സ്വാഭാവികമായി 12%-ന് താഴെ വന്നോളും. അതുപോലെ ഒരു സ്റ്റോക്കിന്റെ വെയിറ്റേജ് 8%-ന് താഴെ പോവുകയാണെങ്കിൽ അതിൽ ഉടനെ പണം നിക്ഷേപിച്ച് ആവറേജ് ഡൗൺ ചെയ്യരുത്. ആ സ്റ്റോക്ക് തിരിച്ചുകയറി വീണ്ടും 8%-ന് മുകളിലെത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. തിരിച്ചു വരുമ്പോൾ മാത്രം നിക്ഷേപം തുടരാം. ഇത് താഴോട്ടു പോകുന്ന സ്റ്റോക്കുകളിൽ പണം കുടുങ്ങിക്കിടക്കുന്ന റിസ്ക് ഒഴിവാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചുരുക്കി നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പണത്തിൽ നിന്ന് മാറി പെർസെന്റേജ് വെയിറ്റേജിലേക്ക് ശ്രദ്ധ മാറ്റുക എന്നതാണ്. അത് ട്രാക്ക് ചെയ്യാൻ ഒരു സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുക. 8 മുതൽ 12% എന്ന ബൗണ്ടറി റൂൾ കൃത്യമായി പാലിക്കുക. 8%-ന് താഴെ പോകുന്നവയിൽ പണം നിക്ഷേപിക്കാതിരിക്കുക. ഇതിലൂടെ പോർട്ട്ഫോളിയോയിലെ റിസ്ക് എല്ലാ സ്റ്റോക്കുകളിലും ഒരുപോലെ വിഭജിക്കപ്പെടുന്നു. തീർച്ചയായും ഇതെല്ലാവർക്കും അനുയോജ്യമായ ഒരേയൊരു രീതിയല്ല, മറിച്ച് PMS മാതൃകയിലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രമാണ്. എന്റെ അനുഭവത്തിൽ ഇത് വളരെ ഫലപ്രദമായി തോന്നിയിട്ടുള്ളൊരു രീതിയാണ്. നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അവസാനമായി നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളുടെ SIP റിസ്ക് കുറച്ച് കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ടോ, അതോ വെറുതെ കണ്ണും പൂട്ടി പണം നിക്ഷേപിച്ച് ഓട്ടോ പൈലറ്റിൽ വിട്ടിരിക്കുകയാണോ? ഹാപ്പി ഇൻവെസ്റ്റിംഗ്.